ഞാൻ ചൊല്ലിന്റെ ബാക്കി ചൊല്ലുവോ? ഇന്നല്ലദീന ആമനു വല്ലദീന. ഇന്നത്തെ നോമ്പ് തുറ പിന്നെ സ്വാമിജി ഉണ്ട്, അച്ഛനുണ്ട്, നമ്മളെ ഹാഫിൽ ഉണ്ട് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കണ്ടല്ലോ, ഹാഫിൽ ഉണ്ട്, ഉസ്താദും ഉണ്ട് അല്ലേ സൈഫോ? ഞങ്ങൾ ഉസ്താദും ഉണ്ട്, ഷാവുലും ഉണ്ട്. ഏതായാലും പിന്നെ സ്വാമിജി എന്താണ് ഹാഫിലിനെ കുറിച്ച് രണ്ട് വാക്ക്? അവന് ഒരു പ്രാവശ്യം അവിടെ ആശ്രമത്തിലൊക്കെ വന്നിരുന്നു. അവന് ഖുറാനൊക്കെ ചൊല്ലിത്തന്നു. അവന് ഹാഫിളാണ്. അവൻ എവിടുന്ന് ചോദിച്ചാലും കിട്ടും. അതെ, ഇന്നെ കണ്ടപ്പോ തന്നെ ഇന്നിപ്പോ കുറെ പിന്നെ ദിവസങ്ങളായില്ലേ, ആഴ്ചകളായില്ലേ, എന്നെ കണ്ടപ്പോ തിരിച്ചറിഞ്ഞു. ഞാൻ സൂറത്തുൽ ബഖറയെന്നാണ് ആദ്യം ചോദിച്ചത്. ഓനോ എന്നോട് പറഞ്ഞു. ഞാൻ ചൊല്ലിന്റെ ബാക്കി ചൊല്ലുവോ? ഇന്നല്ലദീന ആമനു വല്ലദീന. എന്താ നോമ്പിനെ കുറിച്ചൊക്കെ എന്താ? നല്ല അഭിപ്രായം. ഇതൊക്കെ വേണ്ടതാണല്ലോ. അതെ, എല്ലാ മതങ്ങളിലും ഉണ്ടല്ലോ വ്രതം. അതല്ല, അതെ, ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ്. പിന്നെ ഈശ്വരനോട് അടുത്തിരിക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. എന്താണ് പറയാനുള്ളത്? നോമ്പിനെ സംബന്ധിച്ച് ശാരീരികവും മാനസികവുമായിട്ടുള്ളൊരു ശുദ്ധീകരണമാണ്. പിന്നെ നമ്മൾ സയന്റിഫിക് ആയിട്ട് തന്നെ നോമ്പിനെ കുറിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിപ്പോൾ എല്ലാവർക്കും അറിയാം. ഉസ്താദിന്റെ കൂടെയാണ് നമ്മളെ മെല്ലെ ഉസ്താദ് അഷ്റഫാഫിന്റെ പറഞ്ഞു കൊടുക്കും. ഇവിടെ ഇന്നിവിടെ നമ്മളെ ടീമിന്റെ ഇഫ്താർ മീറ്റ് ആണ്. മെല്ലിന്റെ സ്വാമിജിന്റെ അച്ഛനാണ്. അച്ഛനെപ്പോ ഉണ്ടാവോ? ഇടക്കിടക്ക് വരും. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോഴും അച്ഛൻ തന്നെ. ഇപ്പൊ ഈ കാലഘട്ടത്തില് കുട്ടികൾക്ക് ഇല്ലാത്തൊരു സാധനം. ഫ്രണ്ട് എവിടെയോ അമേരിക്കയിലും യൂറോപ്പിലുള്ള ആളുകളാണ് ബെസ്റ്റ് ഫ്രണ്ട്. എന്നാലോ ഒരു കാര്യത്തിൽ നടക്കൂല, ജീവിതം ലൈഫ് സ്പോയിൽ ആവും ചെയ്യും. ആ സമയത്താണ് സ്വാമിജിയുടെ വാക്കുകൾ അണ്ടർലൈൻ ചെയ്യുക. ബെസ്റ്റ് ഫ്രണ്ട് അച്ഛനാണെന്ന് പറയുമ്പോ അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്.